3, 2, 1, action. അമൃത ടി.വി. പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പാർവതി ബാബു. 18 വർഷങ്ങൾക്ക് മുൻപ് അമൃത ടി.വി. ഇതുപോലൊരു സംഗീതവേദി നമ്മൾക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ അന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ ദൃശ്യവിസ്മയമായി മാറി. കാലങ്ങൾക്കിപ്പുറം ജനപ്രിയ സംഗീത റിയാലിറ്റി ഷോ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ഇതാ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഒപ്പം കിട്ടിലൻ കുറെ സൂപ്പർ സ്റ്റാർസ് ഉണ്ട് കേട്ടോ. 24 കുട്ടി പട്ടാളങ്ങളെയാണ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അവരുടെ ആട്ടവും പാട്ടവും കളിയും ചിരിയും കുസൃതിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഷോ അങ്ങ് അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഷോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ദൃശ്യവിസ്മയം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഒപ്പം നിങ്ങളും നമ്മളുടെ കൂടെ ഉണ്ടാവണം. ദിസ് ഈസ് മൈ ജി സൂപ്പർ സ്റ്റാർ. നമ്മളുടെ മ്യൂസിക്കൽ ജേർണിയില് നമുക്ക് 3 പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പൊ അതിലെ ആദ്യത്തെ ജഡ്ജിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. റാസൽ ഖൈമയിലെ ആ കൊച്ചു വീട്ടിൽ ജനിച്ച് ജിമ്മിക്ക് കമൽ എന്ന ഗാനം കൊണ്ട് നമ്മുടെ മലയാള ഗാന രംഗത്തെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി മാറ്റത്തിന്റെ പാതയിൽ സൈക്കിള് ചവിട്ടി വന്ന നമ്മളുടെ സ്വന്തം ഷാനിക്ക. ലെറ്റ്സ് വെൽക്കം ഷാൻ റഹ്മാൻ. श्वेतांबरधरे देवी श्वेतांबरधरे देवी श्वेतांबरधरे देवी नानालंकारभूषिते जगत्स्थिते जगन्माता महालक्ष्मी नमोस्तुते श्वेतांबरधरे देवी नानालंकारभूषिते जगत्स्थिते जगन्माता महालक्ष्मी नमोस्तुते स्थिते देवी परब्रह्म स्वरूपिणी पद्मासनस्थिते देवी परब्रह्म स्वरूपिणी परमेशि जगन्माता महालक्ष्मी नमोस्तुते എന്തോ നിക്കട്ടെ, ഇത് വന്ന് ചോദിക്കട്ടെ. വെറുതെ നിന്നാ പലടക്കൊന്ന് സഹായിക്കണം. നിന്നാട്ടെ. എന്താ പെർഫോമൻസ്, അടിപൊളിയല്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
അതായത് ഞാൻ ഈ സ്റ്റേജിന്റെ പുറകിൽ ഉണ്ടായിരുന്ന സമയത്ത് പാർവതി ഒരു ഗംഭീര ഇൻട്രോ തന്നത് ഞാൻ കേട്ടു. ഷാനിക്ക വരുമ്പോ പിന്നെ ഞാൻ അങ്ങനെ തരണ്ടേ? ഗംഭീര ഇൻട്രോ തന്നെ തരണ്ടേ? അതെ, പക്ഷെ ഈ ഇൻട്രോ എന്നൊക്കെ പറയുമ്പോ അതിനൊരു ഇതില്ലേ. ഞാൻ എന്താ പറഞ്ഞ, ഞാൻ സൈക്കിൾ ചവിട്ടി വന്ന എങ്ങോട്ട് സൈക്കിൾ? അതങ്ങനല്ല. അതായത് മലയാളം സിനിമയിലേക്ക് സൈക്കിൾ എന്ന സിനിമയിലെ ട്രെയിലറിന്റെ മ്യൂസിക്കിലൂടെയാണല്ലോ ഷാനിക്കയെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയത്. അപ്പൊ ആ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ പാർവതി? ഇപ്പൊ മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ആർക്കാ അറിയാത്തേ? ഷാൻ റഹ്മാനെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? പിന്നെ റാസൽ ഖൈമയുടെ എന്തോ ഒരു റാസൽ ഖൈമയിലെ ആ കൊച്ചു വീടാണോ വലിയ വീടായിരുന്നു ഷാനിക്ക? കൊച്ചു വീടായിരുന്നല്ലേ. അപ്പൊ റാസൽ ഖൈമയിലെ ആ കൊച്ചു വീട്ടിൽ ഈ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നോ? എന്റെ പാർവതി, എനിക്ക് ഇത്ര വലിയ ഇൻട്രോ ഒന്നും വേണ്ട, ഒരു ചെറിയൊരു ഇൻട്രോ മതി. അതാണ് അതിന്റെ ഒരു സുഖം, രസം. അപ്പോ ഒരു ഇൻട്രോയും വേണ്ടായിരുന്നു ഷാനിക്കയ്ക്ക്. സൂപ്പർ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇതിലും വലിയ ഇൻട്രോ മതി. എന്നാ പോയിരുന്നു കേട്ടാ. അല്ല ഷാനിക്ക, ഒരു കാര്യം ഒന്ന് വരുമോ? മറന്നുപോയി പറയട്ടെ. എന്റെ ആദ്യത്തെ ഷോ ആണ് സൂപ്പർ സ്റ്റാർ. അപ്പൊ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഷോ ചെയ്യാൻ പോണേ. എന്റെ സ്വന്തം ഷാനിക്ക അനുഗ്രഹിക്കണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു മ്യൂസിക് റിയാലിറ്റി ഷോ ആണ്. അപ്പം ചിലപ്പം പാർവതിയോട് ഒന്ന് രണ്ട് വരി പാടാനൊക്കെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ പറഞ്ഞേക്കാം. പാടാണോ ആടണോ എന്തിനും ഞാൻ റെഡിയാ. മതി. അത് കേട്ടാ പോരെ? ഷോയുടെ കാര്യം തീരുമാനമായി. അനുഗ്രഹം ഉണ്ടാവണേ. ഇടയ്ക്ക് ഇച്ചിരി സഹായിക്കണം. പാട്ടിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല. എനിക്കറിയാം. എന്നാ പോയിരുന്നു. ശരി, താങ്ക് യു. മലയാള സംഗീത ലോകത്തെ പ്രണയത്തിന്റെ പാട്ടുകാരൻ, ഭാവഗായകൻ, മെലഡികളുടെ രാജകുമാരൻ. ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ട് നമ്മളുടെയൊക്കെ പ്ലേലിസ്റ്റിൽ എപ്പോഴെങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടായിരിക്കും. മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നമ്മളുടെ സ്വന്തം ഹരിശങ്കർ. സോ ലെറ്റ്സ് വെൽക്കം ഹരിശങ്കർ. മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ? മനതാരിൽ അഴിനീക്കി നീണയാവാൻ പോരുമോ? ദൂരെ ഒരു മഴവിൽ എന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിടയിൽ നിന്മായ ലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവിൽ എന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിടയിൽ നിന്മായ ലാവണ്യം ആരാരുമേ തേടാത്തതിനുൾ നാമു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറി പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ മനതാരിൽ അഴിനീക്കി നീണയാ
തീരമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ തീലി നീന്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളിയഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ഗവസരേ മനരേ ഗാരേ പവിഴമഴയേ 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 മഴയേ മഴയേ ഐ എം എ ഹ്യൂജ് ഫാൻ Thank ഓഫ് you. യു. Thank you so ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ അഹങ്കാരമാണ് ഹരിച്ചേട്ടൻ. അതെ, ഞങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ അഹങ്കാരമാണ്. ഇല്ലില്ല, ആ കൂട്ടത്തിലില്ല. ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഓക്കെ യങ്സ്റ്റേഴ്സിന്റെ മാത്രമല്ല ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ അഹങ്കാരമായി മാറാൻ പോവാണ്. കാരണം ഹരിച്ചേട്ടൻ ആദ്യമായാണ് ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് ഇരിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു പേടിയുണ്ട്. പേടിക്കണ്ട, ഫുൾ ടൈം ജഡ്ജാണ്. പേടിക്കേ വേണ്ട. കൂടെ ഉള്ളത് ഷാനൊക്കെയാണ്. അതാണ് ആദ്യം പറയേണ്ടത്. സൂപ്പർ സ്റ്റാർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും കൊച്ചിലേ കണ്ടു വളർന്നൊരു റിയാലിറ്റി ഷോ ആണ്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാനലിൽ ഇങ്ങനെ ഇരിക്കുന്നൊന്നും. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യം, ഷാനിക്കയുടെ കൂടെ സ്കോർ ചെയ്യാന്നുള്ളത്. ഞാൻ പണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സൂപ്പർ സ്റ്റാറിന്റെ ഓഡിഷൻ വന്നിട്ട് അതേ വഴി അങ്ങനെ പോയി. അപ്പൊ ഇതൊരു പകരം വീട്ടൽ കൂടിയാണ് ചെറുതായിട്ട്. പക്ഷെ അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് മനസ്സിലായി ഇത് ഇപ്പോഴൊന്നും പോയിട്ട് കാര്യമില്ല എന്ന്. ഞാൻ അമൃതയില രാഗരത്നം ജൂനിയർ എന്ന് പറഞ്ഞൊരു കർണാട്ടിക് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിന് ഇങ്ങനെ ആ സമയത്താണ് കച്ചേരിയൊക്കെ പാടി ഒന്ന് തഴമ്പിക്കാൻ പഠിച്ചത്. പക്ഷെ സൂപ്പർ സ്റ്റാർ ഒരു വിദൂര സ്വപ്നമായിട്ട് അന്നേ കിടക്കുകയായിരുന്നു. ഒരിക്കലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പാനലിൽ വന്നിരിക്കുന്ന ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഹരിച്ചേട്ടൻ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. കാരണം സൂപ്പർ സ്റ്റാറിൽ വന്ന് കിട്ടാതെ പോയൊരു, അതായത് പുറത്തായാലും പിന്നീട് ജഡ്ജ് ആവുന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പിള്ളേരോട് പറയാം ഇപ്പൊ കിട്ടിയില്ലെങ്കിലും ഭാവിന് ജഡ്ജായിട്ടെങ്കിലും വരാം. അതെ, എന്തെങ്കിലും പറ്റിയാലും എന്നെ ഓർത്താൽ മതി. അപ്പൊ ഈ ജഡ്ജ് ആവാന്നുള്ള യോഗ്യത പുറത്താവാന്നുള്ള ഇതിൽ വരുമായിരിക്കും അല്ലേ? പാർവതി, നമ്മൾ വിഷയത്തിൽ നമ്മൾ തെന്നി മാറുന്നുണ്ട്. ഇനി മാറുന്നുണ്ട്. അവിടെ പോയി ഇരിക്കാനുള്ള പുറപ്പാടാണോ? അതെ, അങ്ങനല്ല. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളും കൂടിയാണ്. അത് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറഞ്ഞേ പറ്റൂ. എല്ലാവരും ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന്. അയ്യോ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ഈ നിലയിൽ എത്തേണ്ട ഒരു സിംഗർ തന്നെയാണ് ഹരി. അല്ല, ഷാൻ റഹ്മാൻ എന്ന മ്യൂസിക് കമ്പോസറെ കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇത് ഷാനൊക്കെ ഇരുത്തി പറയല്ല, ഏറ്റവും അല്ല മോശമല്ല, നല്ലത് ഇരുത്തി പൊക്കി പറയല്ല. പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാന്ന്. ഇല്ല, ഏറ്റവും ചിൽ സെഷൻ ഞാൻ വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും സമയം കുറഞ്ഞും പെട്ടെന്ന് ട്രേക്ക് എടുക്കുന്നതും അധികം ആലോചിക്കാനും സമയം തരില്ല. വെച്ചാ നമ്മള് പാട്ടിനെ പറ്റി സംസാരം കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ വിഷയങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ടേക്ക് എടുക്കും. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തുമ്പോ പറയാം അളി എന്നാ പിന്നെ നമുക്ക് ആ ടേക്ക് അങ്ങ് എടുത്താലോ. പക്ഷെ അത് ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ ഈ സെഷൻ അങ്ങനെ ഒന്നും ടെൻഷനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഇപ്പൊ ഇന്ന് ശബ്ദം വയ്യെങ്കിൽ നാളെ പാടിയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചാൽ നിനക്ക് സൗകര്യം ഉള്ളപ്പോ പാടിയാൽ ആ ഒരു ഫ്രീഡം തുടക്കം മുതല്. ഈവൻ ഫസ്റ്റ് സോങ് പോലും ഹരിയുടെ രീതി പാടിക്കോ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രീഡം തന്ന് പാടിച്ച ഒരു കമ്പോസറാണ്. അപ്പൊ ഹരി, എനിക്ക് ആക്ച്വലി ഹരിയുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇതും ഒരു ചിൽ സെഷൻ ആയിരിക്കും. എനിക്കിപ്പോ മറ്റേ മത്സരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി വന്ന് നിൽക്കില്ലേ ജഡ്ജിനോ, എനിക്ക് ആ മൂടാണ്. എപ്പോഴും ജഡ്ജിലോട്ട് കേറിയിട്ടില്ലേ. വാ നമുക്ക് കേറാം. അതായത് കേരളത്തിലെ ഫസ്റ്റ്
റിയാലിറ്റി ഷോ ആണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, വിനീതും ഞാനും ഇതിൻ്റെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ആളുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെമി ആണെന്ന് തോന്നുന്നു. സെമി നടക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കോഫി ടെംജിറോടോ അങ്ങനെ ഏതോ പടം ഒക്കെ എനിക്കൊന്ന് മലർവാടിയുടെ ടൈമും കണ്ട. അപ്പം ഞങ്ങൾ ഓടിപ്പിടിച്ച് വരിക, ഈ സെമിയാണ് കാരണം ഫൈനലിൽ അവൻ ഗസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെമി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സെമി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കലൂർ സിഗ്നലിൽ കുടുങ്ങി കിടക്കുക. അപ്പോൾ ആ സമയത്ത് പിന്നെ ജോബ്, സംഗീത്, മൃദുല ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഒരു കാരണവശാലും വീടെത്താൻ ടൈമില്ല. അങ്ങനെ വിനീതും ഞാനും കൂടെ ആ കലൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ ഗോകുലം പാർക്കിലേക്ക് പോയി അവിടെ റൂം എടുത്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിൻ്റെ സെമി കണ്ടത്. അപ്പോൾ അത്രയും നമുക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരു ഷോ ആണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അവിടെ നമ്മളിങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സൂപ്പർ സ്റ്റാറിന് എന്തോരം ചരിത്ര കഥകളാണല്ലേ ഷാനിക്ക. കളഞ്ഞു ട്രെൻഡ് സെറ്റർ തന്നെ ആയിരുന്നു. കുഴപ്പമില്ലാതെ പോയായിരുന്നു, നന്നായിട്ട് പൊക്കോണ്ടിരുന്നു. അല്ല അത് ഹരിച്ചനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നല്ലോ, എനിക്കും കൂടെ തന്നെന്താ. നന്നായിരുന്നു, കറക്റ്റ്. ഞാൻ ഏറ്റു വാങ്ങുന്നേ ഉള്ളൂ, ഞാൻ വന്നതല്ലേ ഉള്ളൂ, അതാണ് ഇപ്പൊ എന്നെ ഇങ്ങനെ വിട്ടേക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നല്ലോ, അവിടെ ചെന്നങ്ങ് ഇരിക്കുക. അപ്പൊ അറിയാം ഇല്ല, സൂപ്പർ സ്റ്റാർ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. മലയാളത്തിൽ ഇത്രയും ഒരു ജനപ്രീതി നേടിയ ആദ്യത്തെ റിയാലിറ്റി ഷോ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ തുറന്നു പറയും സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഇറ്റ്സ് എ പ്രൗഡ് ഫീലിംഗ് ഫോർ മീ. അത് എങ്ങനെയാന്ന് പറയണമെന്ന് അറിയില്ല. ആദ്യമായിട്ട് ജഡ്ജ്മെന്റ് സൂപ്പർ സ്റ്റാറിൽ വന്നതിൽ താങ്ക്സ് ടു അമൃത TV ആൻഡ് ദ എൻറ്റയർ ക്രൂ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് സിംഗർ ഹരിശങ്കറിലെ ഉപരി വേറൊരു കാര്യം, ഡോക്ടർ ഹരിശങ്കർ. ഡോക്ടർ ഹരിശങ്കറിനെ കുറിച്ച് അറിയാമോ ഷാനിക്കയ്ക്ക്? ഇല്ല, ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ പല്ലുവേദന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണ് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് കേട്ടോ. അടുത്ത് തന്നെ ഞാൻ മറ്റേ നാളെ തൊട്ട് ഒരു മൗത്ത് ബർണം കൊണ്ട് അവിടെ ഇരിക്കും. നന്നാക്കി തരാന്ന്. പുഴുപ്പല്ല് വല്ലതും ഉണ്ടാ? ഉഴുപ്പല്ല് വല്ലതും ഉണ്ടോന്ന്? പുഴുപ്പല്ല് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജഡ്ജിനെ നടുക്കിരുത്തിട്ട് പുഴുപ്പല്ലുണ്ടോ ചോദിക്കുന്നത്. അല്ല, സത്യമൊക്കെ നമ്മൾ പറയണല്ലോ ഷാനിക്ക. ഫ്ലോർ ആണെന്നോ നമ്മൾ ചിന്തിക്കരുത്. ഇത് ഫ്ലോർ ആണെന്നുള്ള ചിന്ത നിനക്കില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കും ഷാനിക്ക അങ്ങനെ വേണം. ഫ്ലോർ ആണെന്ന് ചിന്തിക്കേ ചെയ്യരുത്. നമ്മൾ ഏറ്റുമുട്ടി നിൽക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഈ മനുഷ്യൻ, ഈ ഷാനിക്ക എന്ത് പറയും എപ്പോ പറയും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഏറ്റുമുട്ടി നിന്നോളണം, കേട്ടല്ലോ. അപ്പൊ ഹരിച്ചേട്ടാ ഇനി ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിരുന്നോ? ഉറപ്പായിട്ടും. ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടസ്റ്റൻസിന്റെ അവരുടെ കൂടെ നല്ല ടൈം, ഷാനിക്കയുടെ കൂടെ വരുന്ന ഗസ്റ്റിന്റെ കൂടെ നല്ല ടൈം, പാർവതിയുടെ നല്ല ടൈം, അമൃത TVയുടെ നല്ല ടൈം, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല കിടുക്കം പിള്ളേരാണ്. അതൊക്കെ അറിഞ്ഞു. ഭയങ്കര വെയിറ്റിംഗ് ആണ് എല്ലാവരുടെയും പാട്ട് കേൾക്കാൻ. അപ്പോ താങ്ക് യു സോ മച്ച്. ഷാനിക്ക, ഹരിച്ചേട്ടാ, നമുക്കിനി ഒരു സീറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ സീറ്റിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് വിളിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ ദിവസമല്ലേ ഇന്ന്. അപ്പോൾ മലയാളി പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് കേട്ടോ. ഇളയരാജ സാറ്, AR റഹ്മാൻ സാറ്, ഹാരിസ് ജയരാജ്, ഇവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകനും കൂടിയാണ്. ലെറ്റ്സ് വെൽക്കം ഹരിചരൺ. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ, നിറയെ കണ്ണീറയെ പെയ്തിറങ്ങുന്നോരോർമ്മയിലെ, പെയ്തിറങ്ങുന്നോർ ഓർമ്മയിലെ പീലി നിർത്തിയ കാതലിയേ.
ആ നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാൻ അറിഞ്ഞേ പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലിയേ. മലയാളി പ്രേക്ഷകരുടെ പ്രിയ ഗായകൻ ഹരിചരണ് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു നമ്മ മേടയിലേക്ക് உங்களுக்கு സ്വാഗതം. என்ன ட்ரை பண்றீங்க? എനിക്ക് കൊഞ്ചം தான் തമിഴ് தெரியும். കറക്റ്റ് അല്ലേ? സാരല്ല എനിക്ക് മലയാളം സംസാരിക്കാൻ പുള്ളിക്ക് മലയാളം അറിയാം. നീ മെഴുകൻ. സമാധാനം. ഇപ്പൊ ഒന്ന് സമാധാനായി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല ഷാനിക്ക. ഇത് അതായത് ചേട്ടൻ പോണതിന് മുന്നേ നമുക്ക് കുറച്ച് തമിഴൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ആയിക്കോട്ടെ. അല്ലേ? പഠിപ്പിച്ചു തരുമോ എന്നെ? നിന്റെ മലയാളം തന്നെ സഹിക്കാൻ പറ്റണല്ലേ? നീ തമിഴും കൂടെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എപ്പോഴും ഇപ്പടിതാ. ശരിമാ. ചേട്ടാ, ഞാൻ ചേട്ടന്റെ ഹ്യൂജ് ഫാനാണ്. കുറേ നല്ല സോങ്സ്, തമിഴ് മലയാളം കുറേ സോങ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. അപ്പോൾ മൊഴികളും എന്ന് പറഞ്ഞ സോങ്ങിലൂടെയാണ് ചേട്ടൻ നമുക്ക് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്നോട്ടേ ചേട്ടന്റെ ഒരു ഹ്യൂജ് ഫാനാണ്. അപ്പോൾ ഇന്ന് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ വാട്ട് യു ഫീൽ? ഫസ്റ്റ് ഓഫ് ഓൾ വളരെ വളരെ ഓണേർഡ് ആണ്. ബിക്കോസ് ഐ എം ഓൾസോ a musician who was into reality shows, and I'm doing something now because of a reality show. So I respect Superstar, and വളരെ ഫസ്റ്റ് വന്ന ഒരു ഷോ അല്ലേ ഇത്. So 15 years back, and it's so legendary. കുറേ ടാലൻസ് വന്നിട്ടുണ്ട് ഈ ഷോയിൽ നിന്ന്. So I'm very very thankful for that, and so happy and proud to be amongst my friends Shan Chetan and Hari Shankar. So happy to be here at Amrita TV for Superstar. We are also very happy to have you here. Thank you, Parvati. ഷാനിക്ക, നിങ്ങൾ എപ്പോഴാ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്? ഹരി എനിക്ക് വേണ്ടിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. But before that we have met once. It was actually Don't say. ഓർക്ക് ഒന്നും അറിയാൻ പാടില്ല. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ മറന്നുപോയി. എവിടെ വെച്ചായിരുന്നു ഹരി? ഇവിടെ ഫോണെ ചെന്നൈയിൽ വെച്ച്. It was for an album called Malayali. Jakes ന്റെ album. Yes. മറ്റേ സാധനം അതല്ല, എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ he had done a song with Vineet Chetan and Arjun. Yeah. And I had recorded a song, and we met in the studio once. Appada first time I met Shan sir. Okay. Adikapra I've sung some beautiful rocking bangers for him. Beautiful songs for him. Thank you, man. Thank you. Such an honor, sir. Thank you so much, man. Okay, appa thank you so much and welcome Thank you, to Parvati. Superstar. Yes, thank you so much. You can have it. Judges. എന്താണ് ഷാനിക്ക ഇത്? കുറച്ചൊന്ന് റെഡി ആയിരുന്നൂടെ? ഒന്നും കൂടെ വിളിക്കാം. ഓക്കെ. ജഡ്ജസ്. യെസ് പാർവതി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത സൂപ്പർ സ്റ്റാർ തുടങ്ങുന്ന ദിവസം. അതൊരു പ്രത്യേകതയാണ്, ശരിയാണ്. പക്ഷെ അതല്ല, വേറൊരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഹരിച്ചേട്ടൻ പറ. വലിയ പിടിയില്ല. സാറിനറിയോ? ചെറിയ ക്ലൂ തന്ന. അല്ല, കാരണം ഇത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റൻ ആയത്. കാരണം ഇപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട്, ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും വന്നിട്ട്, ഇന്നത്തെ വൈഫോ ആരെങ്കിലും വന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഷാനിക്കടുത്ത് ഇത്ത അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടാ? ഇല്ല, ഞാൻ അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെക്കും. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ പണി പാളിയിട്ടില്ല അല്ലേ? എന്നാ ഇന്ന് പണി പാളും. പറഞ്ഞേ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പിടിയും കിട്ടണില്ല. അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നാ 3 പേര് വാ. അങ്ങോട്ട് വരണം. വാ. ഓക്കെ, വാ.
സ്റ്റൈല് നടന്നു വരുന്ന കാണാൻ മൂന്നുപേരും. നമ്മൾ 3 പേര് മാത്രം മതിയായിരുന്നു അല്ലേ? അതെ അതെ അതെ, എന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലേ. ചേട്ടാ തുടങ്ങിയല്ലേ? കളർ കൂടെ കോർഡിനേറ്റഡ് ആണ്. അതെ. എന്നാ പിന്നെ അത് എന്നോടൊരു വാക്ക് പറയാറുന്നില്ല, ഞാനും കൂടെ ബ്ലാക്ക് ഇട്ടിട്ട് വന്നേനെ. നീ കൂടുതൽ വർത്താനം പറയാതെ ഇന്നത്തെ പ്രത്യേകത പറ. അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറിന്റെ ഷോ തുടങ്ങിയല്ലോ, 3 ചേട്ടന്മാര് കിട്ടിയല്ലോ. അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രക്ഷാബന്ധനാണ്. രക്ഷാബന്ധൻ ഒരു സഹോദരി സഹോദര ബന്ധത്തിന്റെ ആഴം. ഹരിജി പോവാണെന്ന് തോന്നുന്നു. എന്നെ പോലത്തെ പെങ്ങളെ വേണ്ട വേണ്ട. പോട്ടെ, പാർവതിക്ക് നല്ല 2 ചേട്ടന്മാരെ ഞാൻ തീർത്തു. മൂത്താപ്പിങ്ങൾ കയറിയുന്നേ, എനിക്ക് ഈ മൂത്താപ്പേനെ മതി. 3 നല്ല തണ്ടും തടിയുള്ള നല്ല ചേട്ടന്മാരെ കിട്ടിയിട്ട് ഈ രക്ഷാബന്ധൻ ഞാൻ ആഘോഷിച്ചില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. അപ്പൊ രക്ഷാബന്ധനായിട്ട് ഞാൻ പോയിട്ട് ആ ഐറ്റം ഒന്ന് എടുത്തിട്ട് വരാം. പോവല്ലേട്ടാ, ഇവിടെ നിന്നോ. പ്ലാൻ ബി ഉണ്ടല്ലോ. ഒരു പ്ലാൻ ബിയും ഇല്ല. ഇവിടെ വേറെ പെങ്ങന്മാര് ആരും ഇല്ല, പ്ലാൻ ബി ലഡുവും കഴിച്ചിട്ട് അവിടെ പോയിരിക്കുക എന്നുള്ളതാണ്. അതെ, ചടങ്ങുണ്ട്. വെറുതെ ലഡു തരില്ല, ഞാനിത് കെട്ടിയാ മാത്രമല്ല. ഇതൊന്ന് പിടിക്കോ ഷാനിക്ക. അപ്പൊ ആർക്കാദ്യം കിട്ടും? ഹരിക്ക് കിട്ടും. ഓക്കെ, എന്റെ നേരാങ്ങളയ്ക്ക്. ഇനി എന്റെ ചിന്നാങ്ങളയ്ക്ക്. അപ്പം ശരി, ഇല്ല, ഇനി എന്റെ മൂത്താപ്പ. മൂത്താപ്പക്ക് രാഗിയുണ്ട്. ഏത് മൂത്താപ്പൊക്കെ രാഖി കെട്ടി കൊടുക്കണേ? വേണ്ട, അവര് തന്നെ വിടുന്നില്ല. വേണ്ട, കുഴപ്പമില്ല. കേട്ട് നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അല്ല, അല്ലേ? ഇത് കെട്ടിയില്ലെങ്കിൽ ഷാനിക്ക ഇത് സീസൺ തീരണേ മുന്നേ എന്നെ കൊല്ലും. പെങ്ങളാന്നുള്ള വിചാരം ഉണ്ടാകുമ്പോഴേക്ക് അത്രക്ക് വലിയ കിട്ടുമൊന്നുമില്ല. കെട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ സീസൺ മൊത്തം നമ്മളിങ്ങനെ പോകുമ്പോ 3 ചേട്ടന്മാരെ എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു കാര്യം എനിക്കിനി ഇല്ല. നമ്മുടെ ഫീലിങ്സും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഉള്ളിലുള്ളതെല്ലാം പറയാൻ പറ്റില്ല, അത് മോശം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഷാനിക്കയ്ക്ക് 2 കയ്യില് രാഖി കെട്ടി കൊടുക്കണം എന്ന്. പ്രഡറ്റേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ ആയിരുന്നു അത്. ലീലാലോലം. ലീലാലോലത്തിലാ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? നീ രാഖിയൊക്കെ കെട്ടിട്ട് നിൽക്കല്ലേ? പറ. എന്റെ ക്യാരക്ടറിന്റെ പേരായിരുന്നു കാംരാജ്. ഒന്നും കൂടെ പറഞ്ഞേ. മതി. അപ്പൊ സന്തോഷായില്ലേ? സന്തോഷായി. ഇനി സാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അവിടെയൊക്കെ രാഖി കെട്ടി കൊടുക്കുമ്പോ തങ്കച്ചിക്ക് എന്താ തിരിച്ചു കൊടുക്ക? അങ്ങോട്ട് തന്നിട്ട് മാത്രം കാര്യമില്ല, ഇങ്ങോട്ടും തരണം. എങ്ക ഉയരേ കൊടുക്കും. വേറെ പണിയൊന്നുമില്ലേ? വേണമെന്നാങ്ക ഒരു പാട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മിഠായി അത് തരാം. മതി, സന്തോഷായി. അത് കഴിഞ്ഞിട്ട് മിഠായി തരാം. 3 ചേട്ടന്മാരും കൂടെ ചേർന്ന് എനിക്കൊരു പാട്ട് പാടുത്താം. വെണ്ണില കൊമ്പിലേരാപ്പാടി എന്നുമീ ഏട്ടൻ്റെ ചിങ്കാരി. വെണ്ണില കൊമ്പിലേരാപ്പാടി എന്തുമീ ചേട്ടൻ്റെ ചിങ്കാരി. മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. വെണ്ണില കൊമ്പിലേരാപ്പാടി എന്നുമീ ചേട്ടൻ്റെ ചിങ്കാരി. വെണ്ണില കൊമ്പിലേരാപ്പാടി എന്നുമീ ഏട്ടൻ്റെ ചിങ്കാരി. വെണ്ണില കൊമ്പിലേരാപ്പാടി എന്തുമീ ചേട്ടൻ്റെ ചിങ്കാരി. മഞ്ഞു താങ്ക് യു. അപ്പൊ തണ്ടും തടിയുള്ള 3 ആങ്ങളമാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഷോ പൊളിക്കും. നമ്മൾ പൊളിക്കും. നമ്മള്. ഷാനിക്കാം, ഓ, ഷുഗർ ഒന്നും ഇല്ലല്ലോ? എനിക്ക് ഷുഗർ ഒന്നുമില്ല. എന്നെ മൂത്താപ്പയാക്കുന്നു, രോഗിയാക്കുന്നു. ആദ്യം പറഞ്ഞല്ലോ പുഴുപ്പല്ലുണ്ടോ? നീ
ആങ്ങളെയും പെങ്ങളൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സഹിക്കണം. നാട്ടുകാരാണെന്ന് ഷോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഷുഗർ ഇല്ലെന്നല്ലേ പറഞ്ഞ, പിന്നെന്താ അതെ പ്രശ്നം? അതെ, ഷുഗർ ഇല്ല, ഷുഗറും പ്രഷറും ഒന്നും. ആ ഇല്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ പൊളിച്ചെടുക്കും. അപ്പോ ഷാനിക്ക, ശങ്കുച്ചേട്ടാ, എന്തോ ഈ പേര് എവിടെ നിന്ന് കിട്ടി? ആ പേര് കിട്ടി. ഞാൻ ചുമ്മാ അല്ല ഇവിടെ വന്നിരിക്കണം, നല്ല റിസർച്ച് ചെയ്തിട്ടാ ഞാൻ വന്നിട്ടുള്ളത്. ഹരി ചേട്ടാ വിളിക്കണോ അണ്ണ കൂപ്പിടണോ? അണ്ണ വേണ്ട, തമ്പി. കുറച്ചു നേരത്തെ അല്ലേ തമ്പി ആക്കിയത്, ഇനിയിപ്പോ തമ്പി എന്ന് വിളിച്ചു. തമ്പി. അപ്പൊ തമ്പി, ആ തമ്പി. ഹരിത്തമ്പി. ബിക്കോസ് ഐ ആം യങ്. ഹരിത്തമ്പി ഒരു ഹരിയണ്ണ. ഓക്കെ ഫൈൻ. ഹരിയണ്ണ. ഓക്കെ. എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് വിളിച്ചാ മതി. അല്ല, രണ്ട് ഹരി വരുമ്പോഴേ ഭയങ്കര കൺഫ്യൂഷൻ ആവണം. അപ്പൊ അതാണ് ട്ടോ ഞാൻ ഇനി തൊട്ട് ശംഖുവാണ്. ശംഖു. ഓൺലി വെൻ ഹരിചരൺ ഇവിടെ ഉള്ളപ്പോ ആ, ഈ മാത്രം. ഷോ തീരണ വരെ ഇനി എനിക്ക് ശങ്കുച്ചേട്ടനായിരിക്കും. ഓക്കെ, അപ്പോ അതിനു മുന്നേ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു, ഇവിടെ ഒരു ഉക്കുലേലെ ഉണ്ട്, ഇവിടെ ഒരു ഗോൾഡൻ മൈക്കും ഉണ്ട്. ഇതെന്താന്ന് ഒരു ഐഡിയ ഞങ്ങൾക്ക് ആർക്കൂല. ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ആ. പാർവതി, ആ ആ മൈക്ക് പിടിക്കാൻ പോകുന്നത് നമ്മൾ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഏറ്റവും എക്സെപ്ഷണൽ പെർഫോമൻസ്, അതായത് നമ്മൾ 3 പേർ അങ്ങ് മതി മറന്നിങ്ങനെ ആഹാ ലെവലിലേക്ക് എത്തണമെന്നല്ലേ? അവിടെ ആ. ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ആ, നമ്മളിതേ ഈ ബട്ടൺ ഒന്ന് അമർത്തും. അമർത്തും. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ലോകമാണ്. ആ, അത് ഒരു ഗോൾഡൻ മൊമെന്റ് ആയിരിക്കും. അതെ. അപ്പോ ജഡ്ജസ് എല്ലാവരും 3 സീറ്റിൽ സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ കുട്ടികളെയാണ് അല്ലേ? നമ്മളുടെ ഷോയുടെ നെടുംതൂണാണ് നമ്മളുടെ കുട്ടികള്. വെറുതെ 1, 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 നല്ല മിടുക്കരായിട്ടുള്ള കുട്ടി താരങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അഭിമാനത്തോടെ, ഏറ്റവും അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസിനെ. ലെറ്റ്സ് വെൽക്കം അവർ സൂപ്പർ സ്റ്റാർസ്.